ഗുഡ് മോർണിംഗ് 11 ആയേ. അന്നേരം ഞാൻ ലഞ്ച് അങ്ങ് നേരത്തെ കഴിക്കാം. ഇതെനിക്ക് നെയ്ബർ മോളി ചേച്ചി ഉണ്ടാക്കിക്കൊണ്ട് വന്നാണേ. മോളി ചേച്ചിയുടെ ചേട്ടനും വയ്യാതിരിക്കണം, എൻ്റെ മോനും വയ്യാതിരിക്കണം. അന്നേരം ഉലുവാക്കഞ്ഞി ഉണ്ടാക്കി. അന്നേരം ഞാനോർത്ത് കുറച്ച് എനിക്കും കഴിക്കാം, ആരിനും കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു ഗ്രീക്ക് യോഗട്ടും കൂടെ കഴിക്കാം. തണുപ്പ് മാറി. നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണല്ലോ അല്ലേ. ഞാൻ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഇതിനകത്ത് മില്ലറ്റ്സ് ആയിരിക്കും ആഡ് ചെയ്യണം. നമുക്കങ്ങനെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് എടുക്കാം കേട്ടോ. ചേച്ചി മില്ലറ്റ് വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. എല്ലാ ദിവസം രാവിലെ, മിക്ക ദിവസം രാവിലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു തരും. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഷൂറാക്കിൻ്റെ മുകളിൽ ഒരു ടിഫിൻ പോലെ അമ്മമാർ കൊണ്ടുപോയി വെക്കണ പോലെ എനിക്ക് മിക്ക ദിവസം 1-2 ദിവസം തരാതിരുന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ വന്ന് ക്ഷീണിച്ച് വരുമ്പോൾ ഇങ്ങനെ നോക്കും, ഒരു പാത്രത്തിൽ കവർ ചെയ്ത് ഷൂറാക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പോയില്ല, അവർക്ക് എല്ലാവരും ബിസിയാണ്. വീക്കെൻഡല്ലേ, വീക്കെൻഡ് ചിലവർ വരണ്ടാന്ന് പറയും. അന്നേരം ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ കഞ്ഞിയാണ് കേട്ടോ. അന്നേരം ഇന്നിത് കഴിച്ച് പിന്നെ ഇനി വലിയ കാര്യം ബാക്കി പ്രോട്ടീനും പിന്നെ എന്നാ അങ്ങനെയുള്ള നട്ട്സും കാര്യങ്ങളും ഫ്രൂട്ട്സൊക്കെ കഴിക്കുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. എന്നാലും ഞാൻ ഉലുവാക്കഞ്ഞി കഴിക്കട്ടെ. ചിലവരെന്നോട് ഹെയറിൻ്റെ റുട്ടീൻസ് എന്ന് പറയാൻ പറഞ്ഞേ. ഹെയറിൻ്റെ റുട്ടീൻസ് എല്ലാവരും ചെയ്യണ പോലെ പല റുട്ടീൻസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് എണ്ണ തേക്കും, കരിഞ്ജീരകത്തിൻ്റെ ഓയിലാണ് മെയിൻലി ഞാൻ തേക്കണേ. പിന്നെ ചിലപ്പോൾ ഞാൻ നെയ്യ് തേക്കും, ചിലപ്പോൾ വെളിച്ചെണ്ണ ഞാൻ കുറവാ തേക്കാറ്. നെയ്യ്, കരിഞ്ജീരകത്തിൻ്റെ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ, അത് തേക്കും. പിന്നെ എന്നാ ഹെയർ മാസ്ക്, ഞാൻ കണ്ടീഷണർ ഇടില്ല, ഹെയർ മാസ്ക് ഇടും. അന്നേരം ഞാൻ ഇത് കരാട്ടിൻ ചെയ്ത ഹെയറാണ്. എനിക്കൊരു 1.5 കൊല്ലം 2 കൊല്ലത്തിൻ്റെ അടുത്തൊക്കെ കരാട്ടിൻ നിൽക്കും കേട്ടോ. അത് എനിക്ക് മനസ്സിലായ എന്നാന്ന് വെച്ചാൽ ഹെയർ മാസ്ക് ഇടണം ഞാൻ, അതുകൊണ്ട് ഒരു നല്ല കാര്യം. പിന്നെ പ്രോപ്പർ ഇൻടേക്ക് കറക്റ്റായിരിക്കും, ഹെയർ ഫോൾ ഉണ്ടാവാതിരിക്കാൻ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ പല്ലകലമുള്ള ചീപ്പില്ലേ, അത് വെച്ച് ചീവും. ഇത്രയൊക്കെയാണ് എൻ്റെ സംഭവമുള്ളൂ. അല്ലാതെ കുറേ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രം വലിയ സംഭവമൊന്നുമില്ല. അതാ ഞാൻ ഇതിൻ്റെ ഇടയിൽ അങ്ങ് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടില്ല. എനിക്ക് ഹെയർ സെറ്റ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവാണ്. അന്നേരം എനിക്ക് കോൺഫിഡൻസ് കുറവും ഇല്ല. അന്നേരം ഇതെല്ലാം കൂടി ഇൻടേക്ക്, വെള്ളം, പിന്നെ ഓയില്, ഹെയർ മാസ്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ് തോർത്തി കഴിഞ്ഞ് നമ്മുടെ പല്ല അകലമുള്ള ചീപ്പ് വെച്ച് ചീവണം. അന്നേരം അതുമെല്ലാം ഇതിനകത്ത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ചെറിയൊരു സംഭവമാണ്. അല്ലാതെ ഹെയർ അപ്ലൈ ചെയ്യുന്ന കുറേ സാധനം അപ്ലൈ ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ അതിനകത്ത് വലിയ സംഭവം നടക്കില്ല. ഇൻടേക്ക് പ്രോപ്പറായിരിക്കും. പിന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും കഴിച്ചിരിക്കണം. ഇതൊക്കെ നമുക്ക് ഹെയർക്ക് ഉള്ളിൽ നിന്നല്ലേ വളർന്നു വരണേ. അന്നേരം വളർന്നു വരാനും ഒക്കെ നമ്മൾ ഉള്ളിൽ കൊടുക്കണം. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം. ഇതൊക്കെയാണ്. ഓക്കെ, താങ്ക് യു.